Hello my dear friends, welcome to Cypro. നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ തേർഡ് വീക്ക് ടൈം ടേബിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് സംശയമുള്ള ആളുകൾ, അതായത് ആദ്യമായി കേരള PSC എക്സാമിനേഷൻ എഴുതുന്നവരും അതുപോലെ തന്നെ MSc MLT പഠിച്ച സ്റ്റുഡൻസും സൈപ്രോ യൂട്യൂബ് ചാനലിൽ ഒരു മോഡൽ എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ആ രീതിയിലായിരിക്കും നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 2014 നടന്ന JSO എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു മോഡലായിരിക്കില്ല വരുന്നത്. നമുക്ക് റീസെൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരള PSCയിൽ. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ PSC വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. റീസെൻ്റ് ആയിട്ട് കണ്ടക്റ്റഡ് ആയിട്ടുള്ള എക്സാംസ്, അതായത് FSO, അതുപോലെ തന്നെ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോളജി, ആ രീതിയിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോകെമിസ്ട്രി കഴിഞ്ഞ വർഷം നടന്നത്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓക്കെ, MSc എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാവും. അതായത് MSc ലെവൽ എക്സാമിനേഷൻ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എക്സാംസ് എഴുതണമല്ലോ അല്ലേ. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിനെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വീക്ക് 3 ഡേ 1 ടൈം ടേബിൾ നോക്കാം. സൈപ്രോ JSO ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900045 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യം ഒരു 3 to 4 അവർ എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ക്വാളിറ്റി ടൈം വേണം. നമുക്ക് ടൈം എന്ന് പറയുന്നത്, ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല അല്ലേ, വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് യാതൊരു ബഹളങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ടൈമാണ് ക്വാളിറ്റി ടൈം. അല്ലാത്ത ടൈമിൽ അല്ലേ, ബഹളത്തിൻ്റെ നടുവിലൊക്കെ അല്ലേ ഇരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാനും ആ രീതിയിൽ നമുക്ക് ടൈം, പല രീതിയിലുള്ള ടൈം ഉണ്ടാവും. എല്ലാ ടൈമിലും നമ്മൾ പഠിക്കുക. നമുക്കായിട്ട് പ്രത്യേകിച്ചൊരു ടൈം കിട്ടുമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുക, എപ്പോഴായിരിക്കും നമുക്ക് ക്വാളിറ്റി ടൈം കിട്ടുന്നത്, അല്ലാത്ത ടൈം എപ്പോഴാണ്. അപ്പോൾ റിവിഷൻ, ക്ലാസ്സസ്, റീകോൾ ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ ആ രീതിയിലൊന്ന് സെഗ്രിഗേറ്റ് ചെയ്തോളണം. ഓക്കെ, ഡേ 1 നമുക്ക് ബയോകെമിസ്ട്രി, ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് പഠിക്കാം. പിന്നെ നമുക്ക് ഇമ്മ്യൂണോളജി, സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമുക്ക് ഈ എക്സാമിന് മൈക്രോബയോളജി തന്നെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ബയോകെമിസ്ട്രി, MLT, മൈക്രോബയോളജി ആണല്ലോ. എപ്പോഴും സിലബസ് വരുമ്പോഴത്തേക്കും MLT സെക്ഷനിലും അതുപോലെ തന്നെ മൈക്രോബയോളജി സെക്ഷൻ, ഓക്കെ, അതായത് MLT സെക്ഷനിലും മൈക്രോബയോളജി വരും. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള സിലബസൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ചില ടോപ്പിക്സ് 2 ഏരിയയിലും വന്നിട്ടുണ്ട്. അതനുസരിച്ച് മാർക്കും കൂടും. അതായത് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പഠിക്കാം. ബയോകെമിസ്ട്രി, ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്, ഇമ്മ്യൂണോളജി ക്ലാസ് 2, സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, മെഡിക്കൽ മൈക്രോബയോളജി ക്ലാസ് 1, സ്റ്റഫൈലോകോക്കസ്. എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ബയോകെമിസ്ട്രി ആണെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. ഇനി ടെസ്റ്റ് സീരീസ്, മെഡിക്കൽ മൈക്രോബയോളജി, സ്റ്റഫൈലോകോക്കസ് ചെയ്യുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ചത് ലോക്ക് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മൾ എക്സാമിനേഷൻ എഴുതുക. എക്സാമിനേഷൻ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, ഓക്കെ ഇതിങ്ങനെയായിരുന്നോ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ആൻസർ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് റീകോൾ. നമ്മൾ സാധാരണ എക്സാം ഹോളിൽ ഇരുന്ന് മാത്രമാണ് ആലോചിക്കുന്നത് ഇതെന്താണ് അല്ലേ, ആൻസർ എന്താണെന്ന്. അല്ലാതെ നിങ്ങളൊരിക്കലും ആ രീതിയിലും കൂടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം ടെസ്റ്റ് സീരീസ് തന്നെ 2 രീതിയിലും ചെയ്യണം. ഈസി മോഡായിട്ടുള്ള, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, നമുക്കൊരു 20% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും, ഓക്കെ, ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈപ്രോ ക്ലാസ്സസുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ ഈസി മോഡ് ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു റിവിഷൻ മോഡ് വരും. നമ്മൾ ഈ പഠിച്ചതൊക്കെ തന്നെ പിന്നീട് റിവിഷൻ ടൈം ടേബിൾ വരും. ആ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് പറഞ്ഞുതരാം. അപ്പോൾ ടെസ്റ്റ് സീരീസ്, മെഡിക്കൽ മൈക്രോബയോളജി,
പിന്നീട് റിവൈസ് ചെയ്യുക. ഏതാണ് ബാക്ടീരിയൽ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റ്, ക്യാപ്സ്യൂളൊക്കെ റിവൈസ് ചെയ്യുക. മൈന്യൂട്ട് റിവിഷൻ ചെയ്യുക. റിവൈസ് ആൻഡ് റീകോൾ വാട്ട് യു സ്റ്റഡി ടുഡേ, അതായത് ഡേ 1 പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യുക. ഡേ 2 നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഒക്കെ അല്ലേ, അത് പഠിക്കുക. ഇമ്മ്യൂണോളജി ക്ലാസ് 3, ഓർഗൻ ആൻഡ് ടിഷ്യൂസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. മെഡിക്കൽ മൈക്രോബയോളജി ക്ലാസ് 2 കൊറോണറി ബാക്ടീരിയ. അതുപോലെ തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ റിവൈസ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് സീരീസ് കൊറോണറി ബാക്ടീരിയം ചെയ്യുക. അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. നമുക്ക് റിവിഷൻ ചെയ്യുക. പിന്നീട് ഡേ 3 ബയോകെമിസ്ട്രി ക്ലാസ്, വൈറ്റമിൻസ്, ഫാറ്റ് സൊല്യൂബിളൊക്കെ. ഓക്കെ, ഇമ്മ്യൂണോളജി ഏതാണ്? റിസപ്റ്റേഴ്സ്. മെഡിക്കൽ മൈക്രോബയോളജി ക്ലാസ് വിബ്രിയോ. അത് കഴിഞ്ഞ ശേഷം ടെസ്റ്റ് സീരീസിൻ്റെ സമയം. ഓക്കെ, ടെസ്റ്റ് സീരീസ് മെഡിക്കൽ മൈക്രോബയോളജി വിബ്രിയോനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റമിൻ, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിൻ്റെ. പിന്നീട് നമുക്ക് റിവിഷൻ, പ്ലാസ്മ മെംബ്രെയിൻ, ട്രാൻസ്പോർട്ട്, എൻഡോസ്പോർ, അതൊക്കെ റിവൈസ് ചെയ്യുക. ഡേ 2 റിവൈസ് ചെയ്യുക. ഇനി ഡേ 4 ബയോകെമിസ്ട്രി ക്ലാസ് 17, വൈറ്റമിൻസ്, വാട്ടർ സൊല്യൂബിൾ പഠിക്കുക. ഇമ്മ്യൂണോളജി ഫാഗോസൈറ്റോസിസ്, മെഡിക്കൽ മൈക്രോബയോളജി ബാസിലസ്. അതുകൂടാതെ കാർബോഹൈഡ്രേറ്റ് റിവൈസ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് സീരീസ് മെഡിക്കൽ മൈക്രോബയോളജി ബാസിലസ് ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് വൈറ്റമിൻസ്, വാട്ടർ സൊല്യൂബിൾ ചെയ്യുക. ഓക്കെ, റിവൈസ് വീക്ക് 3. ഏത്? ഡേ 2 അല്ല, ഡേ 3 റിവൈസ് ചെയ്യുക. ഡേ 5 മിനറൽസ് പഠിക്കുക. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, ഷിജല്ല, ഈ 3 ക്ലാസ്സാണ് ഡേ 5 പഠിക്കാനുള്ളത്. അതുകൂടാതെ റിവിഷൻ ടൈമുണ്ട്. സൈറ്റോപ്ലാസം, സബ്സ്ട്രക്ചേഴ്സ്, ഫ്ലജല്ല അല്ലേ, അതെല്ലാം റിവൈസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ ഷിജല്ലയുടെയും ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ, ഇമ്മ്യൂണോളജിയുടെ നമ്മൾ അടുത്ത ദിവസം ചെയ്യും. ഡേ 6 ഇമ്മ്യൂണോളജി കോംപ്ലിമെൻറ്റ് സിസ്റ്റം പാർട്ട് 1 പാർട്ട് 2 കാണുക. അത് പഠിക്കുക. മെഡിക്കൽ മൈക്രോബയോളജി, എസ്റ്റിരിഷ്യ കോളൈനെ പറ്റി പഠിക്കുക. അതുകൂടാതെ ആർക്കിയയുടെ ക്ലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതായത് ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തത് പഠിക്കുക. ടെസ്റ്റ് സീരീസ് ഏതൊക്കെയാണ്? എസ്റ്റിരിഷ്യ കോളയും അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ചെയ്യുക. എല്ലാം റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ഡേ 7 എന്ന് പറയുന്നത് റിവിഷൻ ഡേ ആണ്. നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മൾ ഓഫ് ഡേ പോലെ, അതായത് അന്ന് പഠിക്കേണ്ടെന്നല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയെങ്കിൽ ആ ദിവസം നമുക്ക് അത് മേക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ റിവിഷനായിട്ട് എടുക്കാം. ഓക്കെ, റീകോൾ ചെയ്യുക. ഒരു നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ പിന്നീടും പഠിക്കുക. ഓക്കെ, നമുക്ക് എപ്പോഴും ഈ റീകോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പം നമുക്ക് എന്താ ഒരു വിഷമമാവും. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു വിഷമത്തിലേക്ക് വരാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർത്ത് നോക്കില്ല. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടേ പോകും, ഓർത്ത് നോക്കില്ല. ചിലപ്പോൾ റിവിഷൻ ചെയ്യും, ചിലപ്പോൾ റിവിഷൻ ചെയ്യില്ല. പക്ഷേ ഈ ഓർത്ത് നോക്കുന്ന കാര്യം വേണം കൂടുതൽ ചെയ്യാനായിട്ട്. ഓക്കെ, റിവിഷനും ചെയ്യാം, റിവിഷൻ ചെയ്യണം. റിവിഷൻ നമ്മൾ ചിലപ്പോൾ റിവിഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓക്കെ ഒരു പേജ് പഠിച്ചു അല്ലേ, അടുത്ത പേജ് നോക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, നമുക്ക് മറിക്കുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം റിവിഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സൈപ്രോ ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 9048900445 കോൺടാക്റ്റ് ചെയ്യുക.